പാവപ്പെട്ട ചില ആൾക്കാരെ കൊല്ലാനായിട്ട് ഇയാളും ആ വാനരനും കൂടെ എനിക്ക് കൊട്ടേഷൻ തന്നിരുന്നു. ആ ദേഷ്യത്തില് ഞാനൊന്ന് കൈവച്ചതാ. നീ ഏതാടാ? നിനക്കെന്താ ഞങ്ങളോട് ഇത്ര വൈരാഗ്യം? നിങ്ങളോടൊക്കെയുള്ള വൈരാഗ്യം കൊണ്ടൊന്നും അല്ല, പിന്നെ കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോ മഹാലക്ഷ്മിയെ കാണാനില്ല. കുറച്ചു ദിവസം കൂടെ ഞങ്ങൾ നോക്കും. അത് കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ പിന്നെ പോലീസിന്റെ അന്വേഷണത്തില് തൃപ്തി വരാത്തതുകൊണ്ട് ഞങ്ങൾ അന്വേഷണം അങ്ങ് ഏറ്റെടുക്കും. ഇപ്പൊ നല്ല സുഖമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഊട്ടിയിൽ തണുപ്പ് പോലെ. സാരമില്ല, ചികിത്സയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലിന്റെ എണ്ണ എടുക്കാം. മൂത്ത് നരച്ചതുകൊണ്ടാ ഞാൻ തിരിച്ചൊന്നും പറയാത്തത്. എന്റെ അമ്മൂമ്മയേക്കാൾ പ്രായമുള്ളതുകൊണ്ടാ നിങ്ങളെ ഞാൻ കൈവയ്ക്കാത്തത് എന്ന് കരുതി കൂടുതൽ സംസാരമൊന്നും വേണ്ട. സംസാരിച്ച നിങ്ങളുടെ മുമ്പിലിട്ട് ഈ അസുരനെ ഇടിച്ച് പിടിയും ഞാൻ. കാണണോ നിങ്ങൾക്ക്? വേണ്ട വേണ്ട. അയ്യോ വേണ്ട മാർക്കോ മോനെ. താനെന്നെ മോനെ കീനെന്നൊന്നും വിളിക്കണ്ട. ഒരു മോൻ. ഈ ലോകത്ത് മഹാലക്ഷ്മിയെ പോലെ പാവപ്പെട്ട പെൺകുട്ടി ഇല്ല. ആ പാവത്തിനെ കൊന്ന് കത്തിച്ച് കളഞ്ഞെങ്കിലേ തന്നെ ഞാൻ ജീവനോടെ കത്തിക്കും, കേട്ടല്ലോ? തന്നെ മാത്രമല്ല, അതിന് കാരണക്കാരായ എല്ലാവരെയും. എന്റെ മാർക്കോ മോനെ, സോറി മാർക്കോ, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇവിടെ കിടന്ന് ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല, കണ്ണനെ കണ്ട് സമാധാനിപ്പിക്കാൻ കൂടിയാ ഞങ്ങൾ രണ്ടുകൂടെ ഇങ്ങോട്ട് വന്നേ. അപ്പോ കണ്ണനും പറയാ മഹാലക്ഷ്മിയെ കാണാത്തതിന്റെ പിന്നിൽ ഞങ്ങളാണെന്ന്. അവൾ ആരുടെ കൂടെ ഒളിച്ചോടി പോയതാ മാക്രോ? മിണ്ടരുത്. ചിലപ്പോ അങ്ങനെ ഒളിച്ചോടി പോവും. നിങ്ങൾ ലാളിച്ച് വളർത്തി ഒരുത്തിയുണ്ടല്ലോ, കരുണ ഇല്ലാത്ത കരുണ. അവളങ്ങനെ പോവായിരിക്കും. കാരണം അവളുടെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്ത ഒരു കഴുതയാ. അങ്ങനെയുള്ളവരെ ചിലപ്പോ പെൺകുട്ടികൾ അധികകാലം സഹിച്ചെന്ന് വരത്തില്ല. വേറൊരുത്തനുണ്ടല്ലോ, മേഘൻ. അവനൊക്കെ ആ ഗണത്തിൽ പെടും. എന്നാ കണ്ണൻ സാറിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ദൈവത്തെ പോലെ കാണുന്ന മഹാലക്ഷ്മി ഒരിക്കലും അത് ചെയ്യില്ല. അത് മഹാലക്ഷ്മിയെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അല്ല, എന്താ ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? മഹാലക്ഷ്മി ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്നല്ലേ? അന്നൊരു രാത്രി നിങ്ങളുടെ വീട്ടിൽ നിന്നും മഹാലക്ഷ്മിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. അതും ഒളിച്ചോട്ടമാണെന്നാ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത്. എന്നാ അന്ന് ഗുണ്ടകളിൽ നിന്ന് ആ നല്ല പെൺകുട്ടിയെ രക്ഷിച്ചത് ഞാനാ. കൃത്യസമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അന്ന് താൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകള് മഹാലക്ഷ്മിയെ കൊത്തി വലിച്ചേനെ. ഞങ്ങൾ ആർക്കും അതിനുവേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടില്ല മാർക്കോ. മിണ്ടരുത്. മിണ്ടിയാലേ ഇപ്പൊ തന്നെ തോമസ് സാറ് സെറ്റാക്കിയ ഈ ശരീരം ഉണ്ടല്ലോ, അത് ഉടച്ചു വാരും ഞാൻ. രണ്ടാളും ഓർത്തു വെച്ചോ, മരണക്കളിയാ എല്ലാരും കൂടി കളിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഒടുക്കത്തെ കളി.